ദുഷ്ടന്മാരെ അങ്ങയുടെ വഴികൾ ഞാൻ പഠിപ്പിക്കും. പാപികൾ അങ്ങയുടെ അടുക്കലേക്ക് പിന്തിരിയും. ദൈവമേ, എന്റെ രക്ഷകനായ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്റെ അധരങ്ങൾ അങ്ങയുടെ സ്തുതികൾ പാടും. യാഗത്തിൽ അങ്ങ് ആനന്ദം കൊള്ളുന്നില്ല. ഹോമയാഗം ഞാൻ സമർപ്പിച്ചാൽ അങ്ങ് സ്വീകരിക്കുകയില്ല. എന്റെ ദൈവമേ, തകർന്ന ഹൃദയമാണ് എന്റെ യാഗം. അങ്ങയുടെ അനുഗ്രഹത്താൽ സിയോനോട് കൃപ ചെയ്യണമേ. അപ്പോൾ അനർത്ഥമായ യാഗങ്ങളും കാഴ്ചകളും ഹോമബലികളും സ്വീകരിക്കും. അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ അവർ കാളകൾ സമർപ്പിക്കും. കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. കർത്താവേ, തകർക്കപ്പെട്ട എന്റെ അസ്ഥിമജ്ജനം സന്തോഷത്താൽ പുറമണിയും. കർത്താവേ, തകർക്കപ്പെട്ട എന്റെ അസ്ഥിമജ്ജനം സന്തോഷത്താൽ പുറമണിയും. കർത്താവേ, അങ്ങാണ് ഈ ആത്മാവിനെ ശൂന്യതയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നത്. കർത്താവേ, അങ്ങാണ് എന്റെ ആത്മാവിനെ ശൂന്യതയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നത്. ഇനിയുള്ള കാലമെല്ലാം ഞാൻ അവിടെയായിരിക്കും. ഞാൻ പറഞ്ഞു, ജീവനുള്ള ദേശത്ത് കർത്താവിനെ ഞാൻ കാണുകയില്ല. ശാന്തമായി വസിക്കുന്ന ഒരുവനെ ഇനി ഞാൻ ദർശിക്കുകയില്ല. എന്റെ മകയുടെ കൂടാരം പോലെ പൊടിച്ചു നീക്കപ്പെടുകയാണ്. നെയ്ത്തുകാരന്റെ പാപ പോലെ എന്റെ ആയുസ് നിശ്ചയിക്കപ്പെട്ടു. പ്രഭാതം വരെ ഞാൻ പ്രത്യാശിച്ചു. അവിടുന്ന് ഓത്സംഗത്തെ പോലെ എന്റെ അസ്ഥികളെല്ലാം തകർത്തു. ഒരു രാവും പകലും കഴിയും മുമ്പ് അങ്ങേക്ക് അന്ത്യം വരുത്തുമായിരുന്നു. കണ്ടാലും സമാധാനത്തിൽ കൂടി എന്റെ കഷ്ടപ്പാട് എത്ര കഠിനം. എന്റെ സകല പാപങ്ങളും അങ്ങയുടെ പിറകിലേക്ക് തള്ളിയതിനാൽ നാശക്കുഴിയിൽ നിന്ന് എന്നെ അങ്ങ് സ്നേഹപൂർവ്വം രക്ഷിച്ചിരിക്കുന്നു. സ്തുതിക്കുന്നില്ല, മരണം അങ്ങനെ മാറ്റുന്നില്ല. കുഴിയിലേക്ക് ഇറങ്ങുന്നവൻ അങ്ങയുടെ വിശ്വസ്തത പ്രത്യാശിക്കുന്നില്ല. ഇന്ന് ഞാൻ ചെയ്യുന്നത് പോലെ ജീവനുള്ളവൻ അതേ ജീവനുള്ളവൻ മാത്രം അങ്ങയെ സ്തുതിക്കും. പിതാവ് മക്കളെ അങ്ങയുടെ വിശ്വസ്ത അറിയിക്കും. കർത്താവേ, എന്നെ രക്ഷിക്കണമേ. കർത്താവിന്റെ ആലയത്തിൽ ഞങ്ങളുടെ ആവശ്യക്കാരുടെ മുഴുവൻ ഞങ്ങൾ കീർത്തനം പാടും. കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. കർത്താവേ, അങ്ങാണ് എന്റെ ആത്മാവിനെ ശൂന്യതയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നത്. ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിനെ പാടിപ്പുകഴ്ത്തും. ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിനെ പാടിപ്പുകഴ്ത്തും. ആത്മാവേ, കർത്താവിനെ സ്തുതിക്കുക. ജീവിതകാലമെല്ലാം കർത്താവിനെ ഞാൻ സ്തുതിക്കും. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ ദൈവത്തിന് ഞാൻ സ്തോത്രം പാടും. നിങ്ങൾ പ്രമുഖന്മാരിൽ ആശ്രയിക്കരുത്. രക്ഷ നൽകുവാൻ കഴിയാത്ത മനുഷ്യരിൽ അവൻ നേടരുത്. ശ്വാസം പോയി കഴിയുമ്പോൾ അവൻ മണ്ണിലേക്ക് മടങ്ങുന്നു. അന്ന് അവന്റെ ലക്ഷ്യങ്ങളെല്ലാം നശിക്കും. യാക്കോബിന്റെ ദൈവം സഹായമായിട്ടുള്ളവനും എന്റെ ദൈവമായ കർത്താവിൽ ശരണം വയ്ക്കുന്നവനും അനുഗ്രഹീതനാണ്. അവിടുന്ന് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ചു. അവിടുന്ന് വിശ്വസ്തനാണ്. ഭക്തർക്ക് അവിടുന്ന് ന്യായം പാലിച്ചു കൊടുക്കുന്നു. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നു. കർത്താവ് ബന്ധനസ്ഥരെ സ്വതന്ത്രരാക്കുന്നു. കർത്താവ് അന്ധർക്ക് കാഴ്ച നൽകുന്നു. ഉള്ളവരെ ഉണർത്തുന്നു. നീതിമാന്മാരെ സ്നേഹിക്കുന്നു. കർത്താവ് പരദേശികളെ പാലിക്കുന്നു. അനാഥരെയും വിധവകളെയും സംരക്ഷിക്കുന്നു. എന്നാൽ ദുഷ്ടന്റെ വഴി അവിടുന്ന് തകിടം മറിക്കുന്നു. കർത്താവ് നിത്യമായി വാഴും. സീയോനെ നിന്റെ ദൈവം തലമുറതോറും വാഴും. കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിനെ പാടിപ്പുകഴ്ത്തും. ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിനെ പാടിപ്പുകഴ്ത്തും. ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ, എൻ ശബ്ദം കേൾക്കണമേ. അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുകിൽ. ഞങ്ങൾ തൻ
പ്രിയ സഹോദരരെ, മരണമടഞ്ഞ സകല ക്രൈസ്തവർക്കും നിത്യവിശ്രാന്തി നൽകണമെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചുയർപ്പിച്ച സർവശക്തിയുടെ പിതാവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, മരണമടഞ്ഞ് ഞങ്ങൾക്ക് നിന്ന് വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയ പ്രസാദത്തിനും മറ്റെല്ലാവരുടെയും മാത്രം സന്യാസികൾക്കും വിശ്വാസികൾക്കും നിത്യവിശ്രമം കൽപ്പിച്ചണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ജ്ഞാനസ്നാനത്താൽ നിത്യ ആയുസ്സിന് ഉറപ്പിച്ച പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രസാദത്തിന് നിത്യശാന്തി നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ക്രിസ്തുവിന്റെ ഉയർപ്പിൽ പങ്കുകാരാകുമെന്ന വലിയ പ്രതീക്ഷയിൽ നിന്നത്തെ പ്രാപിച്ച എല്ലാവർക്കും ശാന്തി നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആസന്നമരനായ എല്ലാ സഹോദരർക്കും സഹോദരിമാർക്കും അങ്ങ് ദയാലുവായ പിതാവാണെന്ന് അനുഭവപ്പെടുവാനും അവരുടെ ഹൃദയത്തിൽ നിത്യായുസിന്റെ പ്രത്യാശ ഉളവാക്കുവാനും തുറയേകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങേ വിശ്വസ്തദാസരുടെ എളിയ പ്രാർത്ഥന വഴി പരേതനായ ഞങ്ങളുടെ പ്രസാദത്തിന് പാവങ്ങൾക്ക് മാപ്പും അങ്ങയുടെ ശാകരകർമ്മത്തിനുളവാകുന്ന സന്തോഷത്തിന്റെ ഓഹരി നൽകുവാൻ ഇടയാക്കണമേ എന്ന് കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന സമർപ്പിക്കുന്നു. ദൈവമേ, ഈ ലോകത്ത് നിന്ന് അങ്ങയുടെ പക്കലേക്ക് വിളിക്കുവാൻ ദുർലഭമായ ഞങ്ങളുടെ സദസ്സിന്റെ ആത്മാവിനെ സ്വീകരിക്കണമേ. അച്ഛനെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ച് നിത്യമായ ശാന്തിയും പ്രകാശവും ആനന്ദവും നൽകി അനുഗ്രഹിക്കണമേ. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ അച്ഛനെയും ചേർത്ത് ഉയർപ്പിന്റെ മഹത്വത്തിൽ പങ്കാളിയാക്കുകയും ചെയ്യണമേ. കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. വിശ്വാസിന്റെ ആത്മാക്കൾക്ക് തന്റെ ആജീവനം കൂടെ താരമോഷം ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സുഖത്തിനെ പോലെ ഭൂമിയിൽ കർത്താവയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ചേരുവാൻ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ.